രാഹുലെ, ഇലക്ഷനൊക്കെ കഴിഞ്ഞു. വോട്ട് മുഴുവൻ പെട്ടിയിലായി. 4-ാം തീയതി ഇനി വോട്ടെണ്ണലാണ്. UDF ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 100 സീറ്റുകളിൽ ഞങ്ങൾ വിജയിക്കുമെന്നുള്ള ഒരു വിജയപ്രതീക്ഷ പലപ്പോഴും പങ്കുവച്ചിരുന്നു. പക്ഷേ ഇന്ന് മുതൽ അത് 85ലേക്ക് താഴ്ന്നു വന്നിരിക്കുകയാണ്. എന്താണ് UDFിനുള്ളിൽ കോൺഫിഡൻസ് കുറഞ്ഞു തുടങ്ങിയോ? കോൺഫിഡൻസ് കുറഞ്ഞല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ CPM കണക്കുകൾ കണ്ടതാണ്. CPM വലിയ വിജയം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ CPM 75 സീറ്റുകൾ, അതാണ് CPM ടാർഗറ്റഡ് സീറ്റുകളായിട്ട് CPM പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ VD സതീശനായിരുന്നു പറഞ്ഞത് 100 സീറ്റുകൾക്കപ്പുറത്തേക്ക് ഞങ്ങൾ വിജയിച്ചു പോകും എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ UDFിൻ്റെ കണക്ക് കൂട്ടലുണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും നടത്തും. ഇപ്പോൾ ഇന്നലെ നമ്മൾ BJPയുടെ കണ്ടതാണ്. BJPയുടെ കോർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് അവർ സംപൂജ്യരാകുമെന്ന് തന്നെ അവർ തന്നെ കണ്ടെത്തുന്നത് നമ്മൾ കണ്ടു. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വിലയിരുത്തൽ 80-85 സീറ്റുകളിലേക്ക് നല്ലൊരു വിജയം എത്തുമെന്നാണ് അവർ പ്രതീക്ഷ. പിന്നീട് വലിയൊരു UDF തരംഗമാണ്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന പോലെ ഈ സാമുദായിക സംഘടനകളുടെ ഏകോപനം, അത് അങ്ങനെ വോട്ടുകൾ ബാങ്കുകൾ അതേപോലെ വരികയാണെങ്കിൽ അത് വലിയ രീതിയിൽ UDFിനെ ഒരു തരംഗമായിട്ട് മാറുകയാണെങ്കിൽ ഒരു 100 സീറ്റിലേക്ക് പോകും. 100 അടുപ്പിച്ചുള്ള സീറ്റിലേക്ക് പോകുമെന്നാണ് തന്നെയാണ് UDFിൻ്റെ വിലയിരുത്തൽ. ഇതിൽ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരവും കൊല്ലവും ഒന്നും അവർ കൂട്ടിയിട്ടില്ല. VD സതീശൻ പറഞ്ഞതുപോലെ കാസർഗോഡ് നിന്ന് എറണാകുളത്തെ വരുമ്പോഴത്തേക്കും തന്നെ വിജയം ഉറപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് VD സതീശൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ആ കണക്കുകൾ മാത്രമല്ല. അപ്പോൾ VD സതീശൻ പറഞ്ഞിട്ടുള്ള കണക്കുകൾ മാത്രമല്ല, കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ഇപ്പം വയനാടാണെങ്കിൽ പോലും കൽപ്പറ്റ പോലുള്ള മണ്ഡലങ്ങൾ കഴിഞ്ഞ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലും പ്രതിരോധിച്ചൊരു വിഷയമായിരുന്നു വയനാട് ഫണ്ട് തട്ടിപ്പ് വിവാദം എന്ന് പറയുന്നത്. വലിയ വിവാദം ഇലക്ഷന് തൊട്ടുമുമ്പുണ്ടാകുന്നു, വലിയ രീതിയിൽ അത് അഫക്റ്റ് ചെയ്യുമെന്ന് കോൺഗ്രസും CPMും ഒരേപോലെ വിശ്വസിച്ചു. പക്ഷേ വയനാടിനപ്പുറത്തേക്ക് അത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കേരളത്തിലില്ല എന്ന് തന്നെയാണ് UDFിൻ്റെ വിലയിരുത്തൽ. അത് വയനാടിലേക്ക് വരികയാണെങ്കിൽ വയനാട് T സിദ്ദിഖ് വിജയിച്ച് വരും, അല്ലെങ്കിൽ കൽപ്പറ്റയിൽ T സിദ്ദിഖും അതേപോലെ തന്നെ വയനാട് മണ്ഡലത്തിൽ നല്ലൊരു വിജയം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് UDFിൻ്റെ വിലയിരുത്തൽ വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ എറണാകുളം ജില്ല എടുക്കുകയാണെങ്കിൽ VD സതീശൻ പറഞ്ഞത് 14 സീറ്റുകളും മുഴുവൻ സീറ്റുകളും ഞങ്ങൾക്ക് എറണാകുളത്ത് കിട്ടുമെന്ന് പറയുമ്പോഴും UDF അവിടെ ഒരു 10 സീറ്റുകൾ മാത്രമാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിൽ UDFിന് അധികാരത്തിൽ വരണമെങ്കിൽ കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, അതേപോലെ തന്നെ തിരുവനന്തപുരം, ഇത്രയും ജില്ലകളിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ UDFിന് അധികാരത്തിൽ എത്താനുള്ള സാഹചര്യങ്ങളുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFിൻ്റെ വിലയിരുത്തൽ തന്നെ പാലക്കാട് 3 സീറ്റിന് അപ്പുറത്തേക്ക് പോകില്ല എന്നാണ്. 3 സീറ്റാണ് അവർ പറയുന്ന ഒരു ഷുവർ സീറ്റ്. അതിനപ്പുറത്തേക്ക് സീറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ആയിരിക്കും. ഒരു UDF ട്രെൻഡ് ഉണ്ടെങ്കിൽ 5-6 സീറ്റുകളിലേക്ക് UDF പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ, തൃശ്ശൂർ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു അടിയായിരുന്നു UDFിന് ഉണ്ടായത്. അത് പക്ഷേ ഇപ്രാവശ്യം വലിയ രീതിയിൽ തൃശ്ശൂർ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് UDFിൻ്റെ വിലയിരുത്തൽ വരുന്നത്. സ്വാഭാവികമായിട്ടും കൊല്ലത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലത്ത് 3 സീറ്റുകൾ മാത്രമാണ് UDF പറയുന്നത്. ആ 3 സീറ്റുകളിൽ ഇപ്പോൾ വലിയൊരു ട്രെൻഡ് ഉണ്ടാകുകയാണെങ്കിൽ 5 VD സതീശൻ പറഞ്ഞ് 7 സീറ്റുകൾ കിട്ടുന്നതാണ്. അപ്പം ഒരു ട്രെൻഡ് ഉണ്ടാകുകയാണെങ്കിൽ ആ 7 സീറ്റിലേക്ക് പോകുമെന്നത് തന്നെയാണ് അതിൻ്റെ ഒരു കണക്കൂട്ടൽ. അങ്ങനെ വരികയാണെങ്കിൽ 80 സീറ്റിലേക്ക് കോൺഗ്രസ് 80-85 അല്ലെങ്കിൽ 90-100 എന്ന സംഖ്യയിലേക്ക് കോൺഗ്രസ് എത്താനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം പോലും മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സുഖമായി വിജയിച്ചു വരുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഏകദേശം 20 മണ്ഡലങ്ങളിൽ 5000 വോട്ടിൻ്റെ ഒരു ഡിഫറൻസിലാണ് കോൺഗ്രസ് തോറ്റിട്ടുള്ളത്. അവിടെയെല്ലാം ശക്തമായിട്ടുള്ളൊരു പോരാട്ടം കാഴ്ചവെക്കാനും അതെല്ലാം വിജയമായിട്ട് വരാനുമുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വലിയൊരു മാറ്റമായിരിക്കും കോൺഗ്രസിൽ വരാൻ പോകുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയമാണ് വനിതകളുടെ വോട്ടിംഗ് പേഴ്സൻറ്റേജ് കൂടുതലായിരുന്നു. ആദ്യ അളവിൽ കോൺഗ്രസ് അതിൻ്റെ തന്നെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പോളിംഗ് സംഭവിക്കുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ പക്ഷേ ഈ SIRന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വോട്ടിംഗ്, അതായത് കൂടുതൽ പേഴ്സൻറ്റേജ് വന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മരണങ്ങളാണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും ആവശ്യമില്ലാത്ത ആളുകളെല്ലാം ഒഴിവാക്കി. അങ്ങനെ ഒരു വോട്ടർ പട്ടിക ആയതുകൊണ്ട് അതിൽ വലിയ കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു പോളിംഗ് ശതമാനം കണക്കുകൾ ഉണ്ടെങ്കിലും അത് ബൂത്തിലേക്ക് വരുമ്പോൾ അത് കറക്റ്റ് അല്ല.
സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് യു ഡി എഫിൻ്റെ ഒരു കണക്കൂട്ടൽ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സി പി എമ്മിൻ്റെ കണക്കൂട്ടൽ പറഞ്ഞത് 75 സീറ്റിലേക്ക് എൽ ഡി എഫ് എത്തുമെന്ന് തന്നെയായിരുന്നു എൽ ഡി എഫിൻ്റെ കണക്കൂട്ടൽ പറയുന്നത്. എൽ ഡി എഫ് തരംഗമാണെങ്കിൽ എൽ ഡി എഫ് 90 സീറ്റിലേക്ക് വരും എന്ന് തന്നെയായിരുന്നു എൽ ഡി എഫിൻ്റെ കണക്കൂട്ടൽ. ബി ജെ പിയുടെ കണക്കൂട്ടൽ അവർ സംപൂജ്യരാകും എന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നേമം പോലുള്ള മണ്ഡലത്തിൽ തന്നെ യു ഡി എഫിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ശബരിനാഥൻ വിജയിക്കുമെന്നാണ്. രാഹുലെ, മൊത്തത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും കേരളം മുഴുവൻ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 ജില്ലയിലും 140 മണ്ഡലങ്ങളും അതിൻ്റെ അലയടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ധർമ്മടത്താണെങ്കിൽ പോലും പിണറായി വിജയനോട് എതിർപ്പുള്ള കുറച്ച് ആളുകളുണ്ട്. നമ്മൾ കേട്ടതാണ്. കാരണം ഭയത്തിലാണ് അവിടെ വോട്ടുകൾ വീണുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരമെന്ന് തന്നെ പറയാം. പിണറായി വിരുദ്ധ വികാരം എന്നതിനേക്കാൾ ഉപരി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരം ആഞ്ഞു വീശുമ്പോൾ യു ഡി എഫിന് ഇതിനേക്കാൾ നല്ലൊരു അവസരം ഇനി കേരളത്തിൽ കിട്ടുവാനില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇത് അവർക്ക് വോട്ടായി തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഒരു ഭരണത്തിലേക്ക് യു ഡി എഫ് എത്തും. അതായത് യു ഡി എഫിൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് 2011 യു ഡി എഫ് അധികാരത്തിലെത്തുന്നത്. 2016 എൽ ഡി എഫ് സർക്കാർ വരുന്നു. 2011 അടുത്ത രണ്ടാമത്തെ എൽ ഡി എഫ് സർക്കാർ വരുന്നു. അപ്പോൾ 10 വർഷമായിട്ട് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിക വിഭാഗങ്ങളിൽ നിന്നും, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് എൽ ഡി എഫിനായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം ഒരു റിവേഴ്സിപ്പ് ഉണ്ടാകുമെന്നാണ് യു ഡി എഫിൻ്റെ കണക്കൂട്ടൽ. 2011 കിട്ടിയിരുന്ന അന്നുണ്ടായിരുന്ന ആ ഒരു ഇത്തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകളുടെ ഒരു അവരുടെ ഒരു സപ്പോർട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് യു ഡി എഫിൻ്റെ ഒരു വിശ്വാസം. അത് മാത്രമല്ല, ഇപ്പോൾ യു ഡി എഫ് കൊണ്ടുവന്നിട്ടുള്ള പല മാനിഫെസ്റ്റോയുള്ള പല കാര്യങ്ങളും യു ഡി എഫിന് അനുകൂലമായിട്ട് വരും. അതേപോലെ തന്നെ യു ഡി എഫ് കണക്കാക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ എൽ ഡി എഫിൻ്റെ തന്നെ പല സംഘടനകളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പല ആളുകളുണ്ടല്ലോ. ഇവരുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ എൽ ഡി എഫിനൊരു നിലനിൽപ്പുള്ളൂ. അങ്ങനെ കരുതുന്ന, അല്ലെങ്കിൽ ഈ 10 വർഷം കൊണ്ട് എൽ ഡി എഫ് വലിയ രീതിയിൽ അപ്രമാദിത്വം കാണിച്ചൊരു ഏകാധിപതിയെ പോലെ ആകുന്നൊരു സാഹചര്യമുണ്ട്. അത് മാറ്റണമെങ്കിൽ, പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ, പാർട്ടി ഇനിയും ഉണ്ടാകണമെങ്കിൽ, പാർട്ടി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോൽക്കണമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്ന ഒരുപാട്, ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റു ഉദ്യോഗസ്ഥരാണെങ്കിലും എൽ ഡി എഫിനോട് അനുഭാവം വെച്ച് പുലർത്തുന്ന എല്ലാ ആളുകളിലും ഒരു മാറ്റം അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത് യു ഡി എഫ് കാണുന്നത് അതൊരു യു ഡി എഫ് തരംഗമുണ്ടാക്കാനുള്ളൊരു സൂചനയായിട്ടാണ് കാണുന്നത്. അതായത് എൽ ഡി എഫിൻ്റെ പല വോട്ടുകളും ഒലിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേമത്താണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു ത്രികോണ മത്സരം നടന്നത്. ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ, ശിവൻകുട്ടി, അതേപോലെ തന്നെ ശബരിനാഥൻ. അവിടെ യു ഡി എഫിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് വലിയ പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ മുരളീധരൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്ന് തന്നെയാണ് അവിടുത്തെ വിശ്വാസം. അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട്, ഇപ്പം നേമത്താണെങ്കിൽ പോലും ശിവൻകുട്ടിക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് വന്നത് അവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടും അതേപോലെ തന്നെ ഇസ്ലാമിക വോട്ടും ഒരേപോലെ, ഏകദേശം ഇസ്ലാമിക വിഭാഗത്തിൽ നിന്ന് തന്നെ ഏകദേശം 10-16 വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ കൃത്യമായിട്ട് ബൾക്കായിട്ട് ശിവൻകുട്ടിക്ക് വന്നു എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ആ വോട്ടുകൾ ഇപ്രാവശ്യം ശബരിനാഥന് പോകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ബി ജെ പി അധികാരത്തിലേക്ക് വരും എന്നുള്ളൊരു പ്രതിബിംബം അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരനെതിരെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ വോട്ടുകൾ പോകാൻ പോകുന്നത് ശബരിനാഥിൻ്റെ അക്കൗണ്ടിലേക്കാകും എന്നുള്ള കണക്കുകൂട്ടലും യു ഡി എഫിനുണ്ട്. അങ്ങനെയാണ് നേമത്ത് ശബരിനാഥൻ വിജയിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടിലേക്ക് യു ഡി എഫ് എത്തുന്നത്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ 4 മണ്ഡലങ്ങളിൽ ഇതേപോലെ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ ഈ 4 മണ്ഡലങ്ങളും വിജയിച്ചു വരാനുള്ള സാഹചര്യങ്ങളും യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിലെ ആണെങ്കിലും ഇസ്ലാമിക വിഭാഗത്തിലാണെങ്കിലും ഇപ്പം STPയുടെ വോട്ടുകൾ മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് എന്ന് പറയുമ്പോഴും പല മണ്ഡലങ്ങളിലും, ഇപ്പോൾ എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന് പറയുമ്പോഴും പല മണ്ഡലങ്ങളും അത്തരത്തിലാണോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. കാരണം പ്രാദേശിക തലത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം എൽ ഡി എഫിൻ്റെ STPയുടെ ഏറ്റവും മുതിർന്ന നേതാവ് വന്നിട്ട് നിങ്ങളെല്ലാവരും എൽ ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും വോട്ട് ചെയ്യണമെന്നില്ല. സ്വാഭാവികമായിട്ടും അടിത്തട്ടിൽ നിൽക്കുന്ന ഇവരുമായിട്ട് ചേർന്ന് പോകാൻ കഴിയാത്ത ആളുകളുടെ വോട്ടുകളെല്ലാം മറ്റു പാർട്ടിയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയാണ് യു ഡി എഫ് 80-85 സീറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരാണെങ്കിലും
അപ്പോൾ ചില മണ്ഡലങ്ങളൊന്നും കോൺഗ്രസ് കൂട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ UDFനെ സംബന്ധിച്ച് UDF ഇപ്പോൾ കണക്കാക്കുന്നത് മുസ്ലിം ലീഗ് ഏകദേശം 10-25 സീറ്റ് പിടിക്കുമെന്നാണ്. ചരിത്ര ഭൂരിപക്ഷത്തിലായിരിക്കും മുസ്ലിം ലീഗ് ഇപ്രാവശ്യം നിയമസഭയിലേക്ക് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിനൊരു വനിതാ MLA ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ള വിലയിരുത്തലുമാണ് UDF വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിലും UDFന് വലിയ പാളിച്ചുണ്ടായ സ്ഥലങ്ങളിൽ ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസും UDFന് ഈ 80-85 എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ കൊല്ലം പോലുള്ള മണ്ഡലത്തിൽ 3 സീറ്റുകളാണ് അവർ കണക്കൂട്ടുന്നത്. ആ 3 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് 5-7 ഇപ്പോൾ VD സതീശൻ പറഞ്ഞതുപോലെ 7 സീറ്റിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ വലിയൊരു വിജയമായിരിക്കും. UDF അല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞതുപോലെ 90-100 സീറ്റിലേക്ക് അടുപ്പിച്ചുള്ളൊരു വൻ വിജയമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്.